അവരുടെ ഹൃദയം നിനക്ക് അനുകൂലമാകും, അഥവാ അവരുടെ മനസ്സ് മാറും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രേഷർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയുടെ ദിവസനിയിലായിരിക്കുമ്പോൾ ഒത്തിരി പേർ പ്രാർത്ഥനാ വിഷയം അറിയിക്കുന്നവർ, നിങ്ങളിൽ പലരും തന്നെ സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യമാണ്, പാസ്റ്ററെ അവരൊന്നും അനുകൂലമല്ല, അവരൊക്കെ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഇന്ന വ്യക്തി എനിക്ക് വേണ്ടി നിന്നിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ അവിടെ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെല്ലാം അങ്ങ് തീർന്നേനെ. ഇതെനിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ വിരോധമായി ഒരു കൂട്ടം എഴുന്നേൽക്കുന്നുണ്ട്. അല്ലേ സഹോദര, അതല്ലേ സഹോദരി? എൻ്റെ ഭാര്യ എനിക്കൊപ്പം നിന്ന് എനിക്കൊരു കുഴപ്പമില്ല, ഈ അവസ്ഥയിൽ നിന്നൊക്കെ എനിക്ക് പുറത്തു വരാൻ പറ്റും. ഇപ്പം പ്രശ്നമുണ്ട്, പക്ഷെ പുറത്തു വരാൻ പറ്റും. പക്ഷെ അവൾ എനിക്ക് അനുകൂലമല്ല. എൻ്റെ ഭർത്താവ്, അവൻ മാത്രം എന്നെ മനസ്സിലാക്കിയാൽ മതി, ബാക്കിയൊന്നും എനിക്കൊരു വിഷയമല്ല, അവരെന്തു പറഞ്ഞാലും. അല്ലേ സഹോദരി? അത് ഭയങ്കരമായിട്ട് കരയിപ്പിക്കുന്നുണ്ടല്ലേ മക്കളെ? അങ്ങനെയല്ലേ നിങ്ങളുടെ അവസ്ഥ? എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, അവർ മാത്രം മനസ്സിലാക്കിയാൽ മതി, പക്ഷേ എന്തോ സാഹചര്യം കൊണ്ടായിരിക്കും അവർക്ക് മനസ്സിലാവും. അങ്ങനെ പലരുടെ ഹൃദയം നമുക്ക് അനുകൂലമായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിനകത്തേക്ക് നമുക്കൊരു പ്രവേശനം, അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവരുടെ മനസ്സിനെ കർത്താവ് മാറ്റുവാൻ പോകുക. നിനക്ക് അനുകൂലമായി നീ അവിടെ നിന്ന് നഷ്ടപ്പെട്ടവനായി വരാതിരിക്കുവാൻ വേണ്ടി. അതേ സഹോദര, നീ ജോലി നഷ്ടപ്പെട്ട് നീ തലകുനിച്ച് വരാതിരിക്കുവാൻ വേണ്ടി, നീയും നിൻ്റെ മക്കളും അനുഭവിക്കേണ്ട നന്മ മറ്റുള്ളവരിലേക്ക് അധികമായി സഹായം, അതൊക്കെ നല്ലതാണ്, ബന്ധുക്കളെയും ചാർച്ചക്കാരെയൊക്കെ സഹായിക്കണം. പക്ഷേ ഇത് സഹായത്തിനപ്പുറമായി കവരപ്പെടുന്നുണ്ട്. നിൻ്റെ മക്കൾ അനുഭവിക്കേണ്ട നന്മകൾ കവരപ്പെടുന്നുണ്ട്. വേറെ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതൊന്നുമില്ല. അവൻ വേറെ ആരും ഇങ്ങോട്ടൊന്നും തരത്തില്ല, പക്ഷെ അങ്ങോട്ട് കവരപ്പെടുന്നുണ്ട്. ചിലരുടെയൊക്കെ മനസ്സ് മാറിയാൽ കാര്യങ്ങൾ ശരിയാവും. ചില ഉപദ്രവങ്ങളിൽ നിന്ന്, ചില പ്രതികൂലങ്ങളിൽ നിന്ന്. അല്ലെ, വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അവൻ ശൗലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ യോനാഥാൻ്റെ മനസ്സ് ദാവീദിൻ്റെ മനസ്സോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ദാവീദ്, യോനാഥാൻ, ശൗൽ, 3 പേരാണ് ആ വാക്യത്തിലുള്ളത്. ഇവരെക്കുറിച്ച് വലിയൊരു എക്സ്പ്ലനേഷൻ്റെ അഥവാ ഒരു വിവരണത്തിൻ്റെ ആവശ്യമില്ല. ഈ ദൂത് ഏറ്റെടുക്കുവാനും പ്രാർത്ഥിച്ചു പ്രാപിക്കുവാനും ഞാൻ ഈ പറയുവാൻ പോകുന്ന കാര്യങ്ങൾ മാത്രം മതി. ശൗൽ ഇസ്രായേലിലെ 1-ാമത്തെ രാജാവാണ്, ദൈവം തിരഞ്ഞെടുത്തവനാണ്. എന്നാൽ തൻ്റെ യാത്ര തെറ്റിപ്പോയി, തിരഞ്ഞെടുപ്പ് ദൈവം മാറ്റി. ആമേൻ. എന്നും ഒരുപോലെ ഇരിക്കത്തില്ല, അത് ശ്രദ്ധിക്കുക. ഇന്നലകളിൽ നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നു, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഇപ്പോൾ എങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത്? ഒരു സമയത്ത് പ്രാർത്ഥിച്ചു, ഒരു സമയത്ത് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നു, അപ്പോൾ ദൈവം ചിലത് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായി ചെയ്യും, പിന്നീട് നമ്മൾ എങ്ങനെ നടന്നാലും അതങ്ങനെ കാണുമെന്ന്. നോ, നീ തെറ്റിപ്പോയാൽ വാഗ്ദത്തം നിന്നിൽ നിന്ന് അകന്നു പോകും. നീ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണ് ദൈവം തരുന്നത് നിന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കി. ഇന്നായിരിക്കുന്ന ആ പ്രതിസന്ധികൾക്ക് കാരണം, ദൈവം ഇന്നലകളിൽ നന്മയായി തന്ന പലതും ഇന്ന് ദുഃഖത്തിനും കണ്ണുനീരിനുമൊക്കെ കാരണമായത് ഒരു ചെറിയ അകൽച്ച ദൈവത്തിൽ നിന്ന് വന്നു പോയത് കൊണ്ടല്ലേ? സഹോദര, സഹോദരി, മക്കളെ, എവിടെയോ തിരക്കുകൊണ്ടായിരിക്കാം, പക്ഷെ ശ്രദ്ധിച്ചോളണം കേട്ടോ. അപ്പോൾ ദൈവ വഴിയിൽ നിന്ന് ശൗൽ അകന്നുപോയി, പകരം ദാവീദിനെ ദൈവം കണ്ടെത്തുന്നു. സ്വാഭാവികമായിട്ടും തനിക്ക് പകരക്കാരനായതുകൊണ്ട് തന്നെ ശൗലിന് ദാവീദിനോട് വിദ്വേഷമുണ്ടാകുന്നു. ദാവീദിൻ്റേതായി ഒത്തിരി ശത്രുക്കളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. ഫെലിസ്ത്യരും അമാലോക്യരും ഒക്കെ, അമോര്യരും ഒക്കെ പലപ്പോഴും ദാവീദിന് ശത്രുക്കളായി വന്നു. രാക്ഷസൻ പോലും, മല്ലനായ ഗോലിയാത്ത്, ദാവീദിന് ശത്രുവായി വന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, ദാവീദിനെ ഏറ്റവും അധികം സങ്കടപ്പെടുത്തിയ ശത്രു ഈ ശൗലായിരിക്കും. കാരണം ദാവീദ് ശൗലിൻ്റെ പടക്കൂട്ടത്തിലെ നായകനായിട്ടാണ് തൻ്റെ വാഗ്ദത്തത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ അരമനയിൽ നിന്നൊരു പാട്ട് ഉയരുന്നത് ഇങ്ങനെയാണ്. 18:7 സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പാടി. അത്രമാത്രം ദാവീദ് ശൗലിന് പ്രയോജനമുള്ളവനായിരുന്നു. ശൗലിൻ്റെ പടനായകന്മാരിൽ 10,000 കൊന്ന് ശൗലിനെ ജയത്തിലേക്ക് എത്തിക്കുവാനും തൻ്റെ സിംഹാസനത്തെ ഉറപ്പിക്കുവാനും കഴിവുള്ളവൻ. എന്നാൽ അസൂയ, എന്തുകൊണ്ടാണ് പലരും
നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം സിമ്പിളാണ്: അസൂയ. പലർക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യമാകാം, നിങ്ങൾ പറയുന്ന കാര്യമാകാം. അസൂയയ്ക്ക് പിന്നിലെ കാരണം എന്താണ്? അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾ ചെയ്യുന്നത് പോലെ കഷ്ടപ്പെട്ട് അവർക്ക് ചെയ്യുവാൻ മടിയുള്ളതുകൊണ്ട് നിന്നോടുള്ള അസൂയ. നീ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി, ഭർത്താവിൻ്റെ കാര്യം നോക്കി, മക്കളുടെ കാര്യം നോക്കി അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. മറ്റവർക്ക് അസൂയ. അവർക്ക് പറ്റാത്തത് കൊണ്ടല്ല, അവർക്ക് വയ്യ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ സഹോദര, അവർക്ക് അവിടെ കഷ്ടപ്പെടാൻ വയ്യ. നിന്നോടുള്ള അസൂയയുടെ കാരണം, സഹോദരി, ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി അവർ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണം, അവർക്കുള്ള അസൂയയ്ക്കുള്ള കാരണം, അവർക്ക് കഷ്ടപ്പെടാൻ വയ്യ. അവർക്ക് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടന്നു പോകണം, അല്ലേ മക്കളെ? അവർക്ക് പലതും ചെയ്യാൻ വയ്യ, നീ കഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലതും ചെയ്യുവാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു. അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യുവാൻ വയ്യ. ശുശ്രൂഷക, നീ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാപിക്കുന്നു. വലിയൊരു കൂട്ടമില്ലെങ്കിലും നിൻ്റെ ചില വാക്കുകളിൽ നിന്ന് അവർക്കത് മനസ്സിലാകും. അപ്പോൾ അസൂയ. ഇനി വിഷയത്തിലേക്ക് വരാം. അങ്ങനെ അസൂയയുടെ ഫലമായ ഒരുത്തൻ ശത്രുവായി തീർന്നു. ശൗൽ ശത്രുവായി തീർന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ദാവീദിനൊപ്പം ചേർന്ന് നിൽക്കേണ്ടവൻ ശരിക്കും ശൗലാണ്. ദാവീദിനെ ചേർത്ത് നിർത്തേണ്ടവൻ, അവൻ ശത്രുവായി തീർന്നു. വലിയ സങ്കടകരമായ അനുഭവമാണല്ലേ. പക്ഷേ എന്നാൽ വചനം പറയുന്നു, ആ സമയത്ത് ശൗലിൻ്റെ വീട്ടിനകത്ത് യോനാഥാൻ എന്ന ശൗലിൻ്റെ മകൻ്റെ ഹൃദയം ദാവീദിനോട് പറ്റിച്ചേർന്നു. ആമേൻ. ചിലരുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ നിനക്ക് മുമ്പിൽ അടയുമ്പോൾ മറ്റു ചിലരുടെ ഹൃദയം നിൻ്റെ ഹൃദയത്തോട് പറ്റിച്ചേരും. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ചില വാതിലുകൾ അടയുമ്പോൾ ചിലത് നിന്നിലേക്ക് വന്നു ചേരും. ദൂതാണ്. ഈ ദിവസങ്ങളിൽ ചിലത് അടഞ്ഞുപോയി, ചിലത് നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച്, ഒരുപക്ഷെ ആ തൊഴിലായിരിക്കാം, ആ വരുമാന മേഖലയായിരിക്കാം, നീ സന്തോഷമെന്ന് കരുതിയ ചില കാര്യങ്ങളായിരിക്കും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതി നീ ആയിരിക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് മറ്റു ചിലത് വന്നു ചേരുക, പറ്റിച്ചേരുക. നിൻ്റെ ലൈഫിനൊരു ചേഞ്ച് ഉണ്ടാക്കുവാൻ തക്കവണ്ണം യേശുവിൻ നാമത്തിൽ ചില ഹൃദയങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അടഞ്ഞു പോയപ്പോൾ, സഹോദരി, ചിലർ നിന്നെ വേണ്ട എന്ന് വെച്ചപ്പോൾ, ചിലർ നിന്നെ വേണ്ട എന്ന്, സഹോദര, ആ സ്ഥാനത്തേക്ക് ചില പുതിയ ഹൃദയങ്ങൾ പറ്റിച്ചേരുക, നിൻ്റെ ഹൃദയത്തോട് പറ്റിച്ചേർക്കും. ചില ശക്തമായ ബന്ധങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ പോകുക. ഷബാർ ഈ ദലമ ഷഗനെ, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളുടെ സ്ഥാനത്ത് ശക്തമായ ബന്ധങ്ങൾ ഉണ്ടാകുവാൻ പോകുക. നിൻ്റെ ലൈഫ് ചേഞ്ച് ആകുവാൻ, ഇന്നത്തെ അവസ്ഥ മാറുവാൻ, നിൻ്റെ ഇന്നത്തെ അവസ്ഥയെ മാറ്റുവാൻ ഉതകുന്ന ബന്ധങ്ങൾ, നീ ആഗ്രഹിക്കുന്ന ഹാപ്പിനെസ്, നീ ആഗ്രഹിക്കുന്ന ആ സന്തോഷം നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ചില ബന്ധങ്ങളെ എൻ്റെ കർത്താവ് ഒരുക്കി. അവിടെ ആ രാജ്യത്ത് നിൻ്റെ ഹൃദയത്തോട് ചില ഹൃദയങ്ങൾ പറ്റിച്ചേരുക. ആ തൊഴിലിടത്തിൽ, യെസ്, റാഥമാഷകൻ നിസ്സാരക്കാരനല്ല കേട്ടോ, രാജകുമാരൻ്റെ ഹൃദയമാണ് ദാവീദിനോട് പറ്റിച്ചേർന്നത്. ആ സ്ഥാപനം, നിനക്ക് വിരോധമായി തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സ്ഥാപനത്തിനകത്ത്, അവിടെ ശൗലിൻ്റെ കൊട്ടാരത്തിനകത്താണ് ദാവീദിന് വിരോധമായുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ തന്നെ അനുകൂലമായൊരു പദ്ധതിയെ ദൈവം ഒരുക്കുകയാണ്. നോക്കൂ, 19-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യോനാഥാൻ ദാവീദിന് മുന്നറിയിപ്പ് കൊടുത്ത് ദാവീദിനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. തുടർന്ന് പലയിടങ്ങളിലും അത് തുടരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയെ മാറ്റും വിധത്തിൽ നിങ്ങളെ സഹായിക്കുവാൻ കഴിവുള്ളവരുടെ ഹൃദയം നിങ്ങൾക്ക് അനുകൂലമായും വരുവാൻ പോകുന്നു. നീ രക്ഷപ്പെടുവാൻ തക്കവണ്ണം, യേശുവിൻ നാമത്തിൽ സഹോദര, സഹോദരി, മക്കളെ, നിങ്ങൾ രക്ഷപ്പെടുവാൻ തക്കവണ്ണം ചിലരുടെ ഹൃദയങ്ങളെ ദൈവം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റും. റീഥാഭാഷകനെ, നീ ചിലരുടെ കയ്യിൽ ഒതുങ്ങിപ്പോകാതിരിക്കുവാൻ, സഹോദരി, അവർ പറയുന്നത് പോലെ നീ ഒതുങ്ങിപ്പോകാതിരിക്കുവാൻ, നീ തീർന്നു പോകാതിരിക്കുവാൻ എൻ്റെ ദൈവം ചിലരുടെ ഹൃദയങ്ങളെ നിനക്ക് അനുകൂലമാക്കും. നിനക്കുള്ള പലതും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, കവരുവാനായിരിക്കാം അവർ ശ്രമിച്ച, പക്ഷേ അവിടെ നിന്ന് തന്നെ, കവർച്ചക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ഷബാറിധലമാഷകനെ, നിൻ്റെ തലമുറകളുടെ വിദ്യാഭ്യാസം, അതിന് പൂർത്തീകരണം വരുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നിൽക്കുന്നവരുടെ മധ്യത്തിൽ നിന്ന് തന്നെ എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ഷറാഥാബാഷകനെ. എത്ര പേർക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? കർത്താവ് എനിക്ക് അനുകൂലമാക്കി ചിലരെ എഴുന്നേൽപ്പിക്കും. ചിലരുടെ തീരുമാനങ്ങൾ എനിക്ക് അനുകൂലമാകും. ചിലരുടെ മനസ്സ്, എൻ്റെ ഭർത്താവിൻ്റെ മനസ്സ് മാറും. എൻ്റെ ഭർത്താവിൻ്റെ തീരുമാനങ്ങൾ, ഇന്ന് എന്നെ ഏറെ കരയിപ്പിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ തീരുമാനം മാറും. എൻ്റെ സ്ഥാപനത്തിൽ ആ തീരുമാനം മാറും. എന്നെ പുറത്താക്കുന്ന, എൻ്റെ ജോലി നഷ്ടപ്പെടുത്തുന്ന തീരുമാനം മാറും.
എനിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നവർ അതിനകത്തുണ്ടാകും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. സഹോദരി, നിൻ്റെ മക്കൾക്ക് വേണ്ടി, നിൻ്റെ മകൾക്ക് വേണ്ടി ആ ഭവനത്തിനകത്ത് സംസാരിക്കുന്നവരുണ്ടാകും. ഓറി ധലമാഷേക്കനെ റാത്തൂറിയ, അതിലുപരിയായി ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. ചിലരുടെ മനസ്സ് മാറുക മാത്രമല്ല, ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിൻ്റെ മകളുടെ ജീവിതത്തിലുണ്ടാകും. ചി എന്ന് അവളുടെ പേര് മാറുവാൻ പോകുക. ഷാഭാർ ഈ ധലമാഷേക്കിന് ദൈവത്തിൻ്റെ ഇടപെടൽ. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ റാധലമാഷേക്കിന് അവൻ ദൈവത്തിൻ്റെ ചില ഇടപെടലുകളുണ്ടാകും. ചിലരുടെ തീരുമാനം മാറും. പുതിയ ബന്ധങ്ങളുണ്ടാകും. പുതിയ ബിസിനസ് ബന്ധങ്ങളുണ്ടാകുവാൻ പോകുക. പാർട്ട്നേഴ്സ് റെഡിയാണോ? അമ്മേൻ പ്രാർത്ഥിച്ചു തുടങ്ങി. പുതിയ പാർട്ട്നേഴ്സ് വരുവാൻ പോവുകയാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ എത്തേണ്ട സ്ഥലത്തെത്തിക്കുവാൻ പുതിയ പാർട്ട്നേഴ്സ് വരുവാൻ പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് ചിലരുടെ ഹൃദയം നിങ്ങളുടെ ഹൃദയത്തോട് പറ്റിച്ചേരും. എനിക്കറിയത്തില്ല, ഇതൊന്നും ചിലരുടെ ലൈഫിനെ മാറ്റും. നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. എന്തിനിങ്ങനെ ജീവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു 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 വല്ലാത്തൊരവസ്ഥ. സഹായിക്കേണ്ടവർ, അല്ലെങ്കിൽ കൂടെ നിർത്തേണ്ടവർ, ചേർത്ത് പിടിക്കേണ്ടവർ, ആശ്വസിപ്പിക്കേണ്ടവർ, ഇങ്ങനെ എല്ലാവരും നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവരെല്ലാമായി തീർന്നിരിക്കുന്നു. നിൻ്റെ പ്രിഫറൻസുകൾ, പലപ്പോഴും നിൻ്റെ ഉള്ളിലെ ആ വേദന ഒന്നും അറിയാൻ പറ്റാതെ അവിടേക്ക് ചിലർക്ക് വാതിലുകൾ അടച്ചു, ഹൃദയത്തിൻ്റെ വാതിലുകൾ അടച്ചു. അതുകൊണ്ടാണ് സംഭവിച്ചത്. അവിടേക്ക് ചില പുതിയ ഹൃദയങ്ങൾ പറ്റിച്ചേരുക. റെഡിയാണോ? ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. കൂട്ടായ്മയും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെയാണ് ഒരു ഭക്തനെ അவ்விധത്തിൽ ദൈവികമായ പദ്ധതികളിൽ ചേർത്ത് നിർത്തുന്നത്. നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം അவ்விധത്തിലൊരു കൂട്ടായ്മയിലായിരിക്കുന്നു. ആ കൂട്ടായ്മ ബന്ധത്തെ ശക്തിപ്പെടുത്തുക, പ്രാർത്ഥിക്കുക. പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. ഒപ്പം ഉപവാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് വേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ ഉപവാസം അത്യാവശ്യം. അപ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. കോൺടാക്ട് ചെയ്തോ, ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും പ്രൈസർ ഫാമിലിയുടെ വചന ശുശ്രൂഷകളുണ്ട്. രാവിലെ ഞാനായിരിക്കും, വൈകുന്നേരം സിസ്റ്റർ വിജി ലൈവിൽ നിങ്ങളുടെ ഒപ്പമായിരിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുമുണ്ട്. ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പക്ഷം ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്നാൽ വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. അതുപോലെ ചൊവ്വാഴ്ച സഹോദരിമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. കടന്നു നോക്ക്. നിങ്ങൾക്കൊരു പുതിയ ദിശാബോധം ഉണ്ടാകുവാനും കർത്താവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രയോജനപ്പെടുവാനും അത് ഉപകരിക്കും. അപ്പോൾ പ്രാർത്ഥിച്ചാലോ? കണ്ണടച്ചോ. ആരും മൗനമായിരിക്കരുത്. പ്രാർത്ഥിക്കുക. യേശുവേ, ഇവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. ചില ഹൃദയങ്ങളുടെ വാതിലുകൾ ഇവർക്ക് വിരോധമായി അടയപ്പെട്ടു. ആ സ്ഥാനത്തേക്ക് ചില ഹൃദയങ്ങൾ പറ്റിച്ചേരട്ടെ. പുതിയ ബന്ധങ്ങളുണ്ടാകട്ടെ. പുതിയ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ ഇവരോടൊപ്പം ചേർന്ന് നിൽക്കട്ടെ. പലരുടെയും തീരുമാനങ്ങൾ മാറട്ടെ. ഇവരെ കരയിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്ത തീരുമാനങ്ങൾക്ക് മാറ്റമുണ്ടാകട്ടെ. ഓ ഷബറിധലമാഷേഖിനെ കുടുംബജീവിതങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതങ്ങൾക്കകത്ത് വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ പോരുകളും അഴുകി മാറട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. മാനുഷികമായും പൈശാചികമായും വ്യക്തികളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. മന്ത്രവാദത്തിൻ്റെ സ്വാധീന ശക്തികളിൽ നിന്ന് കുടുംബങ്ങൾ പുറത്തു വരട്ടെ. തലമുറകൾ അവരുടെ ഭാവി, മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അവർക്ക് വേണ്ടത് കരങ്ങളിൽ നൽകി മാനിക്കണമേ. അങ്ങയുടെ നാമമഹത്വത്തിനായി സ്വർഗ്ഗം അങ്ങ് പ്രയോജനപ്പെടുത്തണമേ. മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് തലമുറകളെ നൽകി മാനിക്കണം. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. രോഗികളെ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. ഇപ്പോൾ എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് നല്ല ജോലികൾ നൽകണമേ അപ്പ. ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് ജോലിക്കായി വെയിറ്റ് ചെയ്യുന്നവർ ആ കാത്തിരിപ്പിന് അറുതി വരട്ടെ. വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിസകൾ ലഭിക്കട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ആത്മീക ഭൗതിക നന്മകളും പ്രാപിച്ചു കർത്താവിൻ്റെ നാമത്തെ അധികമായി ഇവർ ഉയർത്തുന്ന ദിവസങ്ങൾ മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സഭയായി അടിയനി ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ
മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിയിലേക്ക്, പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നേറാം. പ്രാപിക്കേണ്ടത് പ്രാപിക്കാം. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.